ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സൂപ്പർനോവ ഹോം ഓട്ടോമേഷൻ പ്രോജക്റ്റിന്റെ നാലാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സ്റ്റാറ്റസ് ബട്ടന്റെ യൂസും അതുപോലെ തന്നെ സെറ്റിംഗ്സിൽ കയറി എങ്ങനെയാണ് നമ്മുടെ ഹോം വൈഫൈ കണക്ട് ചെയ്യുന്നത് എന്നാണ്. നമ്മൾ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിലവിലെ നെറ്റ്വർക്കുകൾ നിലവിൽ വൈഫൈ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്തതിന് ശേഷം സെറ്റിംഗ്സിൽ കയറിയതിന് ശേഷം ഓപ്പറേഷൻ മോഡ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം AP+ ഹോം വൈഫൈ എന്നുള്ള മോഡ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ സേവ് മോഡ് കൊടുത്തു. സേവ് മോഡ് കൊടുത്തപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ആയത്. ഇപ്പോൾ നമ്മുടെ സെറ്റിംഗ്സ് സേവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വീണ്ടും സൂപ്പർനോവ ഹോം എന്നുള്ള നമ്മുടെ ആക്സസ് പോയിന്റ് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഓപ്പറേഷൻ മോഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത്തവണ സേവ് കൊടുക്കുന്നില്ല. സേവ് കൊടുക്കാതെ തന്നെ നമ്മൾ സ്ക്രോൾ ചെയ്ത് വന്നു. അതിൽ താഴെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഹോം വൈഫൈ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ സ്കാൻ ആവുന്നുണ്ട്. സ്കാൻ ആയതിനു ശേഷം അവിടെ നമ്മൾ ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിലവിൽ എൻ്റെ വൈഫൈ അവിടെ കാണിക്കുന്നുണ്ട്. എൻ്റെ വൈഫൈയുടെ പേര് മൈ നെറ്റ്വർക്ക് എന്നാണ്. അപ്പോൾ ആ പേര് അവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ ഗ്രീൻ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വൈഫൈക്ക് നല്ല സിഗ്നൽ ഉള്ളതുകൊണ്ട് ഗ്രീൻ കളറിൽ ഇൻഡിക്കേഷൻ വന്നു. മീഡിയം സിഗ്നൽ ആണെങ്കിൽ യെല്ലോ കളറിലും, അതുപോലെ തന്നെ തീരെ സിഗ്നൽ കുറവാണെങ്കിൽ അത് റെഡ് കളറിലും ആയിരിക്കും വരുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നല്ല സിഗ്നൽ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫൈ സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ പാസ്വേഡ് കൊടുത്തു. ഞാൻ കോപ്പി പേസ്റ്റ് ആണ് പാസ്വേഡ് ചെയ്തത്. അത് കഴിഞ്ഞ് സേവ് കൊടുത്തു. വീണ്ടും റീസ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇത്തവണ റീസ്റ്റാർട്ട് ആവുന്നത് നമ്മുടെ സെറ്റിംഗ്സ് സേവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സെറ്റിംഗ്സ് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സേവ് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാം. അപ്പം വീണ്ടും പേജ് വന്നിട്ടുണ്ട്. നെറ്റ് കണക്ട് ആയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ രണ്ട് വഴികളുണ്ട്. ഒന്ന് നമ്മുടെ ESP8266 ബ്ലൂ LED കത്തി നിൽക്കുകയാണെങ്കിൽ ഇന്റർനെറ്റ് കണക്ട് ആയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കും. അതല്ല ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നെറ്റ്വർക്ക് കണക്ട് ആയിട്ടില്ല, പാസ്വേഡ് തെറ്റായതുകൊണ്ടായിരിക്കാം. ഇനി നമുക്ക് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യാം. സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണക്ട് ആയിട്ടുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി നോക്കുന്നത് ഹോം വൈഫൈ കണക്ട് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഡിവൈസ് കൺട്രോൾ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം സെറ്റിംഗ്സിലോട്ട് പോകണം. സെറ്റിംഗ്സിൽ പോയതിനു ശേഷം ഓപ്പറേഷൻ മോഡ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആക്സസ് പോയിന്റ് ഹോം വൈഫൈ എന്നുള്ള മോഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ അഡ്മിൻ എന്നുള്ള യൂസർ നെയിം മാറ്റണം. അതിനായിട്ട് അഡ്മിൻ്റെ യൂസർ നെയിം മാറ്റി AN എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് പാസ്വേഡ് 0000 എന്ന് കൊടുത്തു. ശേഷം വീണ്ടും സേവ് വെബ് ലെഫ്റ്റ് കൊടുത്തു. ഇപ്പോൾ വീണ്ടും സെറ്റിംഗ്സ് സേവായി നമ്മുടെ ഡിവൈസ് റീസ്റ്റാർട്ട് ആവുന്നുണ്ട്. റീസ്റ്റാർട്ട് ആയതിനു ശേഷം വീണ്ടും നമ്മുടെ ഈ സൂപ്പർനോവ ഹോം എന്നുള്ള ആക്സസ് പോയിന്റ് തുറക്കണം. അത് തുറന്നതിന് ശേഷം ഈ ഒരു സ്റ്റാറ്റസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിവൈസ് IP എന്നുള്ള IP അഡ്രസ് അവിടെ കാണിക്കും. അത് നമ്മുടെ ഹോം വൈഫൈ IP അഡ്രസ് ആണ് കാണിക്കുന്നത്. അത് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഇന്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യണം. ഇന്റർനെറ്റ് IP അഡ്രസ് ഓപ്പൺ ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഞാനിപ്പോൾ നേരത്തെ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലോക്കൽ നെറ്റ്വർക്ക്. അപ്പോൾ ഇതെല്ലാം ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഈ ടാബ്സ് എല്ലാം ഞാൻ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഹോം വൈഫൈ നമ്മൾ കണക്ട് ചെയ്യണം. മൈ നെറ്റ്വർക്ക് ആണ് എൻ്റെ ഹോം വൈഫൈ. അത് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഈ കോപ്പി ചെയ്തെടുത്ത IP അഡ്രസ് കൊടുക്കുക. ഇപ്പോൾ ലോഗിൻ ചോദിച്ചിട്ടുണ്ട്, ലോഗിൻ പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ തെറ്റായിട്ട് അഡ്മിൻ എന്ന് കൊടുക്കുകയാണ്. അഡ്മിൻ യൂസർ നെയിം ഇൻകറക്റ്റ്, യൂസർ നെയിം പാസ്വേഡ്. വീണ്ടും ഞാൻ AN എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് പാസ്വേഡ് 0000 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് മാനേജ് ചെയ്യാനും എല്ലാം സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ